എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി വിദേശത്ത് നേടി സ്വന്തം വിലയും നിലയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏതൊരു യുവാവിൻ്റെയും സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇല്ലാത്ത ഏജൻസികളും വാക്ചാതുര്യമുള്ള ചില മനുഷ്യരും ഉദ്യോഗാർത്ഥികളെ പറ്റിച്ച് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ കർശന നടപടികൾ എടുക്കുവാനോ നഷ്ടപ്പെടുന്ന പണം ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകുവാനോ നമ്മുടെ സർക്കാരുകൾക്ക് മിക്കപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഓഷ്യാനൻ രാജ്യങ്ങളിലോ ഒന്നും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോകാൻ സാധിക്കുകയില്ല. UK-യിൽ യുവാവിന് ജോലി വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിന് UK-യിലെ തൊഴിലുടമ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് തിരിച്ചു നൽകണമെന്നുമുള്ള കർശന ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UK കോടതി. കേരളത്തിൽ നിന്നുള്ള 33-കാരനായ ഷിബിൻ ഷാജി 2023-ലാണ് UK-യിലെത്തിയത്. സ്വാൻ കെയർ സൊല്യൂഷൻ എന്ന ഏജൻസി വഴിയാണ് യുവാവ് UK-യിലെത്തിയത്. ഏജൻസിക്ക് പണമായി 17 ലക്ഷത്തോളം രൂപ ജോലി ലഭിക്കുന്നതിനായി നൽകുകയും ചെയ്തു. എന്നാൽ UK-യിലെത്തിയ ശേഷം കമ്പനി ഒരു ദിവസത്തെ ജോലി പോലും നൽകിയില്ല. ഒരു സ്ഥാപനത്തിൽ പാർട്ട് ടൈം ലഭിച്ചെങ്കിലും സ്പോൺസർഷിപ്പ് ലഭിച്ച വിസയിലെ നിബന്ധനകൾ കാരണം 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഷിബിൻ ഷാജി ഭക്ഷണത്തിനായി ഫുഡ് ബാങ്കുകളെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ മൂലം കനത്ത ഹെൽത്ത് ഇഷ്യൂസും ഷിബിൻ ഷാജി നേരിടേണ്ടി വന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ കേസ് നടത്തുമ്പോൾ വ്യക്തമായ തെളിവുകളോടെ ചൂണ്ടിക്കാട്ടി. 2024-ൽ പുതിയ ഒരു സ്പോൺസർഷിപ്പോടെ പുതിയ ഒരു ജോലി ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോരേണ്ടി വരികയാണ് ഉണ്ടായത്. തൊഴിലാളികളുടെ അവകാശത്തിനായി പ്രവർത്തിക്കുന്ന വർക്ക് റൈറ്റ് സെന്ററിന്റെ സപ്പോർട്ടോടുകൂടിയാണ് നിയമ പോരാട്ടം ഷിബിൻ നടത്തിയത്. UK-യിൽ എത്തിയ ശേഷം ജോലി ലഭിക്കാതെ ഇതുപോലെ സമാന സാഹചര്യങ്ങൾ നേരിടുന്ന ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരമായി ഷിബിൻ ഏകദേശം 28 ലക്ഷത്തോളം രൂപ നൽകാനും കോടതി ഉത്തരവിട്ടു. കേസിന്റെ നടത്തിപ്പിനായി ചെലവായ 8 ലക്ഷത്തോളം രൂപയും അധികമായി നൽകുവാനും കോടതി ഉത്തരവിട്ടു. 2024-ൽ തന്നെ ഷിബിനെ കുടുക്കിയ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്നും കോടതി അറിയിച്ചു. ഷിബിന്റെ ദയനീയ സാഹചര്യം ഇവിടെ വാർത്തയായെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുമെങ്കിലും തട്ടിപ്പിനിരയായ ആയിരക്കണക്കിന് പേർ നീതി ലഭിക്കാതെ വളരെ കഷ്ടത്തിലാണ്. എങ്കിലും റിസ്ക് എടുക്കുവാൻ തയ്യാറായി വിദ്യാഭ്യാസ യോഗ്യതയുള്ള അനേകം യുവാക്കൾ UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറാനായി ഇന്ത്യയിൽ കാത്തു നിൽക്കുന്നു. ഇവരോടൊക്കെ പറയാൻ ഒരു കാര്യം മാത്രം: നിങ്ങൾ റിസ്ക് എടുത്തുകൊള്ളൂ, പക്ഷേ അമിത റിസ്ക് എടുക്കരുത്. അറ്റ്ലീസ്റ്റ് ഏജൻസി ജെന്യുവിനാണോ എന്ന് അന്വേഷിച്ചറിയുക. ആ ഏജൻസി വഴി പോയ 1-2 പേരുടെയെങ്കിലും റെഫറൻസ് എടുത്തതിന് ശേഷം മാത്രം കയറി വരിക. ഒന്നും അറിയാതെ ആദ്യമേ പറയുന്ന പൈസ കൊടുത്ത് ചതിയിൽപ്പെടരുത്. ഒന്നും അന്വേഷിക്കാതെ കണ്ണടച്ച് ഫ്ലൈറ്റ് കയറുകയും അരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.